ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഇവിടെ കഴിഞ്ഞൊരു 2018 ഇത് പൊട്ടിയ സമയത്ത് ഈ മഴ പിന്നെ ഈ വലിയ കുണ്ടായിരുന്നു ഇവിടെയൊക്കെ ആദ്യം. നല്ല ഞങ്ങൾക്ക് ചെറുതായ സമയത്ത് വലിയ കുണ്ടായിരുന്നു, അത് മൂടിപ്പോയിരുന്നു ആദ്യം ഒന്ന്. ആ സമയത്ത് വന്ന സമയങ്ങളിൽ ഇത്ര തന്നെ ഉള്ളൊരു ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം ഇടിഞ്ഞു വന്നത് കണ്ടില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. ഈ പ്രദേശത്ത് നിന്ന് ഈ വീട്ടിൽ നിന്നൊക്കെ ഒരു കുട്ടിയെ കിട്ടിയെന്ന് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു, കിട്ടിയെന്ന് പറഞ്ഞു ഇവിടെ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരാളെ ഞാൻ കണ്ടു, അവിടെ വീട്ടിലുള്ള ഒരാളെ ഞാൻ രാവിലെ ഒന്ന് കണ്ടു. പുള്ളിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ തൊട്ടടുത്തുള്ള ആളുകൾക്ക് കുറേ ആളുകൾ ഇന്ന് രാത്രി മുതൽ തന്നെ കാണുന്നില്ലായിരുന്നു. പിന്നെ കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ശരിക്കും ഈ പുഴയിലേക്ക് ഇങ്ങനെ കറങ്ങി വന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒഴുകുന്ന രീതിയിലാണ് പോയിരുന്നത് ആദ്യം. ശരിക്കും ഇപ്പോൾ അവിടുന്ന് വെള്ളം വന്ന് അടിച്ച് കയറി ടൗണിൽ കൂടെ വന്ന് ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ എത്ര വീടുകൾക്ക് ഇവിടെ നാശനഷ്ടം ഒരു പ്രഥമ ദൃഷ്ടിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും? ഈ ചുറ്റുവട്ടത്തിൽ ഏകദേശം ഒരു 100ഓളം വീടുകൾ ഉണ്ട്. 100ഓളം വീട് ഈ ടൗണിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നില്ല താഴോട്ട്, അവിടെ ഉണ്ട്. ഇത് തൊട്ടിപ്പുറത്തെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ അവിടെ കുറേ പാടികളുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ കുറേ പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല നമുക്കൊന്നും. ഇനിയിപ്പോൾ ഈ ഒരു ഇതിലെങ്ങനെ പോയിട്ട് അപ്പുറത്ത് വില്ലേജിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞാൽ വില്ലേജൊക്കെ വെള്ളത്തിൽ മൂടി കിടക്കും. വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഇതായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴി ഇതിലെങ്ങനെ വന്ന് നടന്നു പോയിട്ട് ഈ കാണുന്ന സൈഡിൽ കൂടെ അങ്ങനെ പോയി അതാ കാണുന്ന വീടാണ്. ഒരു വഴിയായിരുന്നു അത്, നടവഴിയായിരുന്നു അത്. ഇവിടെ ഇതിലെ റോഡുണ്ടായിരുന്നു. ഈ വീടുകൾക്ക് ഉള്ള റോഡ് ഈ സൈഡ് ഇതിൽ തന്നെയാണ് വന്നിരുന്നത്. ചെറിയ ഇവിടെ തോടും ബാക്കി കൂടെ റോഡ് ഉണ്ടായിരുന്നത്. ഇത് അതിക്രമിച്ച് വന്നതാണ് ഇപ്പോൾ. ചെറിയ തോടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഇത്രയും വെള്ളം വന്ന് കയറി അടിച്ച് പോയതാണിത്. ഇങ്ങനെ ഈ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത്ര രൂക്ഷമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിരുന്നോ? പണ്ട് കാലത്തൊന്നും ഇത്രത്തോളം ഭീകരമായിട്ട് ഉണ്ടായിട്ടില്ല. പണ്ട് 84 പ്രാവശ്യമാണ് ഉൾപ്പൊട്ടിയിട്ട് വലിയൊരു ഇതായിരുന്നത്. പിന്നീട് വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കയറി നമ്മളെ പറമ്പിൽ കൂടെ കയറി ഇറങ്ങി പോകണ്ടായിരുന്നുള്ളൂ. ഈ തോട്ടിൽ കൂടെ വെള്ളം ജസ്റ്റ് ഒന്ന് കയറി പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെള്ളം കയറി നിൽക്കും. അത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മഴേൻ്റെ ശക്തി കുറയുമ്പോൾ ഇറങ്ങി പോകുന്നൊരു ഉണ്ടായിരുന്നത്. ഈ നിങ്ങളുടെ അയൽവാസികളായിരുന്നു കൂടെ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇവരിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് വല്ല വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ ചുറ്റുവട്ടത്തിൽ കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ വിംസിലുണ്ട്. പിന്നെ എൻ്റെ തൊട്ട് അയൽവാസി 2 ആൾ കാണുന്നില്ല. അതിൽ ഒരാളെ ബോഡി കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.